താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ടോക്ക് തിരുവനന്തപുരം ലോ കോളേജിലെ SFI യൂണിറ്റ് അംഗമായ ആരോൺ എന്ന് പറയുന്ന ആ ഒരു SFI മെമ്പർ ആ കോളേജിലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേയുള്ള പെൺകുട്ടികളുടെ ഫോട്ടോസ് എടുത്ത് അത് മോശമായിട്ടുള്ള ഡേറ്റിംഗ് ആപ്പുകളിലെല്ലാം ഇട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആ കോളേജിൽ തന്നെ ഈ പറയുന്ന പല രാഷ്ട്രീയത്തിലുള്ള പെൺകുട്ടികളുടെയും 10ഓളം കുട്ടികളുടെ ഫോട്ടോസ് എടുത്ത്, വിദ്യാർത്ഥിനികളുടെ ഫോട്ടോസ് എടുത്ത് ഓരോ ഡേറ്റ് ആപ്പിൽ പോയി ഈ പെൺകുട്ടികളെല്ലാം ഫേസ്ബുക്കിലും ഞാനടക്കമുള്ള ഒരുപാട് പേര് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടുപോയി അവർ വേറൊരു ഡേറ്റിംഗ് ആപ്പിൽ കൊണ്ടിട്ട് ഈ ഒരാൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് അശ്ലീല ചൊവ്വയുള്ള മെസ്സേജുകൾ ആ ആപ്പിലുള്ള മറ്റുള്ള ആളുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. കുറേ നാളുകളായി ഒരിക്കലും പക്ഷേ ഇവർക്ക് ഈ ഒരു കാര്യം ഈ ഒരാളാണെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. കാരണം എല്ലാ ദിവസവും പകൽ അവരോട് രാഷ്ട്രീയപരമായി നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാൾ വൈകുന്നേരം ആകുമ്പോൾ ഇത്തരത്തിൽ പെരുമാറുമെന്ന് ഞാനായാലും അത് വിചാരിക്കില്ല. നമ്മുടെ എടുത്ത് നല്ല രീതിയിൽ ചിരിച്ചും കളിച്ച് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ മറ്റ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാകും. പക്ഷെ അവർ പിന്നീട് മറ്റൊരു രീതിയിൽ നമ്മുടെ ഫോട്ടോസ് മിസ്യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ പിന്നീട് അറിയുമ്പോൾ നമുക്കത് സഹിക്കാവുന്നത് അപ്പുറമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം. നമുക്ക് നേരെ ടോക്കിലേക്ക് പോകാം. അരുൺ, ഇത്തരത്തിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഫോട്ടോ ഉപയോഗിച്ച് ഉണ്ടാക്കി എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 2023 തൊട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഫസ്റ്റ് ബംബിൾ എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് ഈ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടായത്. അപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കുകയും ഈ അക്കൗണ്ട് കാണുമ്പോഴത്തേക്കും റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഷൗട്ട് ഔട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം പിന്നെ നവംബർ, ഡിസംബർ, പിന്നെ ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഫേക്ക് പ്രൊഫൈൽസ് വന്നിട്ടുള്ളത്. അത് ഏതൊക്കെ ആപ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംബിൾ, അരികെ, ഹിഞ്ച്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, ത്രീസം, ക്വാക്ക് ഇതുപോലെ ഇനിയും ഒരുപാട് ആപ്പുകളുണ്ട്. പക്ഷെ അറിയില്ല ഏതൊക്കെയാണ് ഇനി. അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് പതിവ്. അപ്പോൾ ഇതിൽ എന്നെപ്പറ്റി ഒരുപാട് ഡിഫേമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ചാറ്റ് മെസ്സേജസ് ആണ് പലർക്കും പോയിട്ടുള്ളത്. അത് എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് ഈ മെസ്സേജസ് അയക്കുന്നത്. കോളേജിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് പിള്ളേർക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഒട്ടും പരിചയമില്ല പാലക്കാടും തൃശ്ശൂരും എറണാകുളവും ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ മെസ്സേജസ് അയക്കുന്നത്. അതായത് ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, ഞാൻ പബ്ബിൽ പോകുന്ന ആളാണ്, ഞാൻ റൂം എടുക്കാൻ പോകുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ ഒരു പുതിയൊരു സംരംഭം പോലും തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ നശിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള മെസ്സേജസ് ആണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പുറമേ കാണുമ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെയാണോ നീ എന്ന് പറഞ്ഞ് നമ്മളെ ചിത്രീകരിക്കുന്ന ഒരവസ്ഥയാണ് അവസാനം വരെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഈ ഇൻസ്റ്റാഗ്രാം മെസ്സേജസിലൂടെ എനിക്ക് പലരും ഒരു ദിവസം തന്നെ ഒരു 10-15 മെസ്സേജസോളം എനിക്ക് വരുമായിരുന്നു. നിന്റെ അടുത്ത് ഞാൻ ചാറ്റ് ചെയ്തതാണല്ലോ, നീ എന്താ എന്നെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് പോയത്, നീ ഇന്ന് എൻ്റെ കൂടെ പുറത്ത് വരുമെന്ന് പറഞ്ഞല്ലോ, ചായ കുടിക്കാൻ വരുമെന്ന് പറഞ്ഞല്ലോ. അതുമാത്രമല്ല, കോളേജിൻ്റെ പരിസരത്തുള്ള ഇവിടെ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും ഫ്രണ്ട്സായിട്ട് പോകുന്നതാണ്. അതടക്കം മെൻഷൻ ചെയ്ത് ഞാനൊരു 4-5 പയ്യന്മാരായിട്ട് നിൽക്കും, ഞാൻ മാത്രമാണ് അതിൽ സിഗരറ്റ് വലിക്കാറ്. പിന്നെ അപ്പുറത്തും ഇതുപോലെ സൈഡിലും തൊട്ടടുത്തുള്ള കടകളുണ്ട്, അവിടെയും ഞാൻ ഇതുപോലെ സിഗരറ്റ് വലിക്കാൻ പോവാറുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയുടെ പേരടക്കം നോട്ട് ചെയ്ത് വെച്ച് ഞാൻ പഠിച്ച സ്കൂൾ ഏതാണ്, ഞാൻ എറണാകുളത്താണെങ്കിലും എറണാകുളത്ത് ഞാൻ എവിടെയാണ് ശരിക്കും എൻ്റെ ലൊക്കാലിറ്റി അതടക്കം ചാറ്റ് ചെയ്ത് അത്രയും വിശ്വസനീയമായിട്ട് അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സിലാവില്ലല്ലോ എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അവർ വിശ്വസിച്ച് എൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ ഫോട്ടോസും ഈ സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ ഇടുന്ന സ്റ്റോറി അടക്കം അത് 24 hours ശേഷം മാഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞാൻ ഇടുന്ന സ്റ്റോറി അടക്കം സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇവർ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൽ ഷെയർ ചെയ്യുന്നതും അതിൽ പ്രൊഫൈലിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ.
അപ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ മാസം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോയിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പരിചയപ്പെട്ട ഈ സ്റ്റാർട്ടപ്പിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഒരാൾ. അപ്പോൾ പുള്ളി പഠിക്കുന്നത് ഇവിടെ പാലക്കാട് കോളേജിലാണ്. അപ്പോൾ ആ കോളേജിലെ പുള്ളി പഠിക്കുന്ന കോളേജിലുള്ളൊരു സീനിയർക്ക് എൻ്റെ ഫേക്ക് പ്രൊഫൈൽ മെസ്സേജ് അയക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അത്രത്തോളം സ്റ്റോക്ക് ചെയ്തിട്ട് ഞാൻ ആരോടൊക്കെ സംവദിക്കുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അത്രയും നിരീക്ഷിച്ച് എന്നെ എവിടെയൊക്കെ ഞാൻ പോകുന്നു അവിടെയൊക്കെ ഇങ്ങനെ എന്നെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടും എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ളൊരു പ്രവൃത്തിയാണ് കണ്ടുവന്നത്. അത്രയും ടാർഗറ്റഡ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഇത് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രിയൊക്കെ ഇങ്ങനെ ഓരോ പയ്യന്മാർ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ഇങ്ങനെ ഓരോ ആൾക്കാർ മെസ്സേജ് അയക്കാൻ, അതും ഭയങ്കര അശ്ലീല മെസ്സേജസ് ആണ് പോകുന്നത്. സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ബ്രൂട്ടൽ സെക്സ്റ്റിംഗ് ആണ് അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയില്ല, ആൾക്കാർ ഇപ്പം എൻ്റെ ഫേക്ക് പ്രൊഫൈൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചിലപ്പോൾ അപമര്യാദയായിട്ട് പെരുമാറാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പുള്ളീനെ. ഞാൻ കഴിഞ്ഞ മാസം മെയ് 28 FIR കൊടുത്തിരുന്നു. അപ്പം പക്ഷെ പേര് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്. 354D IPC, 66D IT ആക്ട് വകുപ്പ്, പിന്നെ അതുപോലെ 67A IT ആക്ട് വകുപ്പ് വീണിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ആളെ കണ്ടെത്തിയത്. അപ്പം ഇനി എന്തായാലും തുടർ അന്വേഷണത്തിലൂടെ പുള്ളിയാന്നുള്ളത് നമുക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയുള്ള നിയമ നടപടികളോട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. എക്സാക്ട്ലി ഈ പെങ്കൊച്ചു പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ കാലങ്ങളായിട്ട് എല്ലാവരും ഇപ്പോൾ ടിക്ടോക്ക് ഒക്കെ ആണെങ്കിൽ കൊച്ചു കുട്ടികളും മുതൽ തന്നെ ID ഉണ്ടാക്കി ചെയ്യുന്നതാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം. അപ്പോൾ നമ്മളതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കതിൽ കമ്മ്യൂണിറ്റി പോസ്റ്റും നമ്മുടെ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാം നമുക്ക് തന്നെ ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ സിനിമാ നടികളുടെയൊക്കെ പോസ്റ്ററിൽ വരുന്ന പോലെ തന്നെയാണ്, പ്രൊമോഷൻ കൊടുക്കാൻ പോസ്റ്റർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടി കമ്മ്യൂണിറ്റി ടാബും നമുക്ക് നമ്മളെ സ്വന്തമായി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഫോട്ടോസ് വെച്ച് അതിൽ ലിങ്ക്, നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഇടുന്നത്. നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ നമ്മുടെ ഓരോ ഫോട്ടോസ് നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉള്ളത് കൊണ്ട് നമ്മുടെ വീഡിയോസിന് പ്രൊമോഷൻ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായി നമുക്ക് സിനിമ പോസ്റ്ററുകളിൽ നടന്മാരും നടികൾ വരുന്നത് പോലെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചാനലുള്ളവരുടെ കാര്യം. അതല്ലാത്ത സാധാരണക്കാർക്കും ഉണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ. അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് ഡൗൺലോഡ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പിൽ പോയി മോശമായ രീതിയിൽ നമ്മുടെ ഫോട്ടോ എന്താ പറയുക ID പ്രൊഫൈൽ വെച്ചിട്ട് വേറൊരാൾക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ കൊള്ളാവുന്ന ഫോട്ടോസൊക്കെ വെച്ചിട്ട് അതും സെക്ഷുവലി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ അറിയില്ല, നമ്മൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. മനസ്സിലായോ? എന്നിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് ഒരു പക്ഷേ നമ്മൾ അറിയുന്നവരാരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പിലുള്ളവരാണെങ്കിൽ, ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ ആപ്പുകളൊന്നും എനിക്ക് കേട്ടുപരിചയം പോലും ഇല്ല, എനിക്ക് അതിനെപ്പറ്റി അറിയ പോലും ഇല്ല. അപ്പോൾ അത് അറിയുന്നവരുണ്ടാവും. അപ്പോൾ ഈ പെൺകുട്ടി ഒരുപാട് എണ്ണത്തിൽ കണ്ടപ്പോൾ അത് ബ്ലോക്ക് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എത്ര എണ്ണം അറിയാത്തത് ഉണ്ടാവും? ഈ പെൺകുട്ടിയെ അറിയുന്ന എത്ര പേര് അത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടില്ലേ? അത് സമൂഹത്തിൽ ഈ പെൺകുട്ടി നടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടിയോട് ഇങ്ങനെ കണ്ടു എന്ന് പറയാതെ മാറി നിന്ന് ഇവിടെ അത്ര കാര്യമാണല്ലേ എന്ന് പറയുന്നവരുണ്ടാവില്ലേ? നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ആൾക്ക് നമ്മളത് ഏത് രീതിയിലുള്ളപ്പോഴാണ് ആ ഫോട്ടോ എടുത്തത് എന്ന് ആ ഒരു പോസിറ്റീവിലായിരിക്കില്ല വേറൊരാൾക്ക് ഈ ഒരു ഫോട്ടോ വെച്ച് ഒരാൾ അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ തടസ്സമായി നിന്നതിൻ്റെ ഭാഗമായി, നമ്മളൊരു ശത്രുവായി മാറിയതിൻ്റെ ഭാഗമായി നമ്മളെ കരിതേരി വാരി തേക്കാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഒരു വൈകൃതം എന്താ മാനസികമായ അവരുടെ പ്രശ്നമാണത്. ഇത്തരത്തിൽ ഫോട്ടോസ് ഓരോ മോശപ്പെട്ട ആപ്പുകളിലിട്ട് ഇതുപോലെ അവരുടെ ഒരു ID ക്രിയേറ്റ് ചെയ്ത്, നമ്മുടെ തല വെച്ച് ID ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ മോശപ്പെട്ട രീതിയിലുള്ള സെക്ഷൽ ചോയുള്ള വളരെ ബ്രൂട്ടൽ സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുക. അപ്പം അതിൽ വായും പൊളിച്ച് വീണിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഈ പ്രൊഫൈലിലുള്ള പെൺകുട്ടിയാണെന്ന് വെച്ചിരിക്കണേ, അതൊരാണാണെന്ന് അവരും അറിയില്ല. അത് അത്തരത്തിലുള്ള മാനസിക വൈകൃതത്തെ പറ്റിയാണ് പറയുന്നത്. പകല് മാങ്ങി വൈകുന്നേരം ഇത്. അത്തരത്തിലുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരത്തിലുള്ള ചതികൾക്ക് നേരെ നമ്മൾ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ആ രീതികളിൽ മുന്നോട്ട് പോകണം.
ഇത് ശരിക്കും സമൂഹത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയൊരു അപകടം തന്നെയാണ്. അത് നേരിട്ടവർക്ക് അതിന്റെ ദുരന്തവും അതിന്റെ വേദനയും ഒക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ പെൺകുട്ടി അതിനെപ്പറ്റി വളരെ നന്നായി പറയുന്നുണ്ട്. പകല് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനായിരിക്കും. നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് എന്തായാലും ബാക്കി കൂടെ കേൾക്കാം. നല്ലോണം എല്ലാവരോടും സംസാരിച്ച് നടക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം നമുക്ക് ഒട്ടും അങ്ങനെ നമ്മൾ ആദ്യം കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെ ചെയ്ത്. അപ്പം ഇതറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേര് പുള്ളിനെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പുള്ളി എന്നെ കൺഫ്യൂസ് ചെയ്തൊരു കാര്യമാണ്, ഞാൻ 10ഓളം കുട്ടികളുടെ, നമ്മുടെ കോളേജിൽ 10ഓളം കുട്ടികളുടെ ഇതുപോലെ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് പുള്ളി എന്നെ കൺഫ്യൂസ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഈ പകൽമാന്യനായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് കൂടെ കോളേജ് തീരുന്നത് വരെ എല്ലാവരോടും സംസാരിച്ച് നടന്നിട്ട് രാത്രി ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ലേഡീസിനോടുള്ള പെരുമാറ്റമൊക്കെ എങ്ങനെയാണ് കോളേജിൽ? ലേഡീസിനോട് പെരുമാറ്റം പിന്നെ മിണ്ടിയിട്ടുണ്ടോ മുൻപ്? എന്നോട് മിണ്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു അപ്രോച്ച് അങ്ങ് ഇഷ്ടപ്പെടാണ്ടായി. അതായത് ആ ക്ലാസ്സിലുള്ളവരുടെ അടുത്ത് തന്നെ ഞാൻ ഒരു എക്സ്ട്രാ, അതായത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ഒരാളാണെന്ന് ക്ലാസ്സിലുള്ളവരുടെ അടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എല്ലാവരോടും സംസാരിച്ചെടുക്കുന്ന പോലെ പുള്ളിയോടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇതുപോലെ കുറച്ച് വേണ്ടാത്തത് പറഞ്ഞു തുടങ്ങിയത് പിന്നെ അടുപ്പിക്കണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ പിന്നെ പോയത്. പക്ഷെ അതിനുശേഷം ഞാൻ പിന്നെ ഇടയ്ക്ക് ഹായൊക്കെ പറയും, എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ അടുപ്പിച്ചിട്ടില്ല. പിന്നെ ഇയാളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവസാനം മെയ് 9-ാം തീയതിയാണ് 2 അക്കൗണ്ട് വീതം ഫേക്ക് പ്രൊഫൈൽ വന്നത്. ഒന്ന് രാവിലെ ഫേസ്ബുക്കിലും വൈകിട്ട് ക്വാക്ക് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ ഈ ക്വാക്ക് എന്ന് പറഞ്ഞ ആപ്പിൽ അതിലൊരു നമ്പർ കാണിച്ചു. നമ്പർ എന്ന് പറയുന്നത് 10 ഡിജിറ്റ് നമ്പറിൽ ഫസ്റ്റ് 4 അക്കം കാണിച്ചു. അപ്പോൾ ഒരിക്കൽ എന്നെ ഇവൻ വേറൊരു നമ്പറിലൂടെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാനും വിളിച്ചപ്പോൾ ആ നമ്പർ ഞാൻ അങ്ങ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്നെ കോളേജിലുള്ള, എന്നെ അത്രയും അറിയാവുന്ന ഒരാളല്ല, അപ്പോൾ കോളേജിലുള്ള ഒരാൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിൽ ഇങ്ങനെ നമ്പർ അടിച്ച് കൊടുത്തപ്പോഴത്തേക്കും ആ 4 അക്കം ജസ്റ്റ് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിൽ എനിക്ക് 4-5 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ ഇവൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഓൾറെഡി പുള്ളിയുടെ ഭാഗത്ത് നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്നും. അപ്പം എനിക്ക് അപ്പം തന്നെ ഒരു സംശയം തോന്നി. അതിൻ്റെ പുറമെയാണ് ഞാൻ ശരിക്കും കേസ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ആരോൺ എന്ന് പറയുന്ന SFI യൂണിറ്റ് മെമ്പർക്ക് ഈ പറയുന്ന പെൺകുട്ടി ആയിട്ട് നല്ല കമ്പനിയും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എല്ലാവരോടും ഒരേപോലെ ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അയാളുടെ സൈഡിൽ നിന്ന് ഒരു അപ്രോച്ച് ശരിയല്ല എന്ന് കണ്ടപ്പോൾ ഈ പെൺകുട്ടി പതുക്കെ വലിയാൻ തുടങ്ങി. ആ രീതിയിൽ മാറാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് ഓട്ടോമാറ്റിക്കലി പെൺകുട്ടിയോട് ശത്രുതയായി. അപ്പോൾ പിന്നെ അവളുടെ ഫോട്ടോസൊക്കെ എടുത്ത് അവളെ ഒന്ന് നാണം കെടുത്തി നാറുമാറാക്കി കഴിഞ്ഞാൽ ഇയാളുടെ കൈയും കാലും പിടിച്ച് നമ്മൾ ഇയാളുടെ പിന്നാലെ വാലാട്ടി ചെല്ലും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ പുള്ളി ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മനസ്സിന്റെ പ്രശ്നമാണ്, അവർക്ക് തോന്നുകയാണ് എന്നാ ശരി ആ രീതിയിൽ അങ്ങോട്ട് നമുക്ക് അവളെൻ്റെ അടുത്ത് ഇപ്പോൾ മിണ്ടുന്നില്ല അല്ലേ, ഓക്കെ എന്നാ ഇത്തരത്തിൽ അങ്ങോട്ട് അവളെ നമുക്ക് കരിവരി തേക്കാം അല്ലെങ്കിൽ മോശക്കാരിയാക്കാം എന്ന്. പക്ഷെ ഇതൊന്നും അറിയാതെ ഇത് കാണുന്ന ഈ മീഡിയാസിൽ, സോഷ്യൽ മീഡിയാസിൽ, ഈ ആപ്പുകളിലും അല്ലെങ്കിൽ ഈ ഫോട്ടോസും അല്ലെങ്കിൽ ഈ പറയുന്ന ചാറ്റൊന്നും കാണുന്നവർക്ക് അറിയില്ലല്ലോ ഇതൊരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ആരുടെ വേണമെങ്കിലും ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് അതിൽ നിന്ന് വേറൊരു നമ്പറിലേക്ക് നമ്മൾ ചാറ്റ് ചെയ്താൽ ആ ഫോൺ നമ്പറിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒരാൾ അയച്ചാൽ നമ്മളാണ് അത് അയച്ചിരിക്കണേന്ന് ആർക്കും തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ നമ്മൾ അത്രയും അറിയുന്ന ഒരാളായിരിക്കണം. നമ്മൾ എഴുതുന്ന നമ്മുടെ രീതികൾ, നമ്മുടെ മെസ്സേജിന്റെ ഒരു രീതി അല്ലെങ്കിൽ അതൊക്കെ അറിയുന്നവർക്ക് അത് നമ്മളാണല്ലോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാത്തവർക്ക് അത് അറിയില്ല. അവരാകെ നോക്കുക, ശരിയാണല്ലോ ഇതാ കുട്ടിയുടെ പ്രൊഫൈലല്ലേ അല്ലെങ്കിൽ ഇതാ കുട്ടിയുടെ ഫോട്ടോ അല്ലേ, അത്ര അവർക്ക് അറിയുള്ളൂ. ഇത് ഉദ്ദേശിക്കുന്ന ആൾ എന്തിനാണ് ഇത് ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നാരും ചകിയാനൊന്നും പോകില്ലേ. അത് കറക്റ്റായിട്ട് ഈ പെൺകുട്ടി പറയുന്നുണ്ട്.
നമ്മുടെ കോളേജിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് 10ഓളം പെൺകുട്ടികളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ഡേറ്റിംഗ് ആപ്പുകൾ, സെക്സ് ചാറ്റ് ആപ്പുകൾ, അങ്ങനെയുള്ള ആപ്പുകളിലും സൈറ്റുകളിലും ഇൻസ്റ്റാഗ്രാമിലുള്ള ഫേക്ക് അക്കൗണ്ടുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള അക്കൗണ്ടുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇത് ഏകദേശം 1 വർഷമായി നടക്കുന്ന കാര്യമാണ്. പല പെൺകുട്ടികളും നേരത്തെ തന്നെ ഇത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പലരും ജസ്റ്റ് ഒരു ഫേക്ക് അക്കൗണ്ട് വന്നപ്പോൾ അവരത് അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ ഇടാണ് ഇത് ഞാനല്ല എന്ന് അവർ ഇട്ടത് മാത്രമേ ഉള്ളൂ. അവരത് വലിയ കാര്യമാക്കിയിട്ടില്ല. പക്ഷേ ഇത് സ്ഥിരമായി തുടങ്ങി. നമ്മുടെ കോളേജിലെ കുട്ടികൾ മാത്രം നിരന്തരമായി വന്നപ്പോഴാണ് ഇത് കോളേജിലുള്ള ആരോ ചെയ്യുന്നതാണ് എന്നുള്ളൊരു തോന്നൽ വന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ മറ്റ് 2 പെൺകുട്ടികൾ ഒരാൾ മ്യൂസിയം സ്റ്റേഷനിലും പിന്നെ സൈബർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നൊരു സാഹചര്യം വന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന ഒരാൾ ചെയ്ത കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ ഫോട്ടോസ്, അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ കുട്ടികളുടെ അക്കൗണ്ട് തുടങ്ങി മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് പറഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ജെന്യുവിനിറ്റി ചാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തോന്നുന്ന തരത്തിലേക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നവും. നമ്മളെ ഒരു കോളേജിൽ പഠിക്കുന്ന, ഗവൺമെൻറ് ലോ കോളേജ് എന്ന് പറയുന്ന കോളേജിൽ പഠിക്കുന്ന 10ഓളം പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടെന്നും അവർ സ്ഥിരമായി ഈ പുരുഷന്മാരായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു സംഭവം വരുമ്പോൾ നമ്മുടെ കോളേജിനെ മൊത്തത്തിൽ അത് ബാധിക്കുന്ന ഒരു ഇഷ്യൂണ്. കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ അപ്പുറം ഇവിടെയുള്ള വിദ്യാർത്ഥിനികളുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവരുടെ സ്വകാര്യ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ സാമൂഹിക ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ ഫ്രണ്ട് സർക്കിളിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കും. കറക്റ്റ്. അവരുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അവരുടെ ഒരു സമൂഹം, അവരുടെ ആ ഒരു ഉണ്ടായിരുന്ന ബന്ധങ്ങള്, അവരുടെ മാനസികമായ ബുദ്ധിമുട്ട്, ഇതൊക്കെ ബാധിക്കുന്നതാണ്. ഇത് നീ അതാണ് ആ ചെയ്യുന്ന ആൾക്ക് വേണ്ടു. അയാളും ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തണം. എന്നിട്ട് പട്ടിയുടെ പോലെ വാലാട്ടി നമ്മൾ ആ ആളുടെ അടുത്തേക്ക് ചെല്ലണം, കയ്യും കാലും പിടിച്ച്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ ഈ പെൺകുട്ടിയും അതാ പറഞ്ഞത്. ഇങ്ങനെ മുന്നേ ഞങ്ങൾ സംസാരിച്ചായിരുന്നു, പക്ഷെ ആളുടെ അപ്രോച്ച് ശരിയില്ലാന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി ആളായിട്ട് പിന്നെ സംസാരിക്കാൻ ഒതുങ്ങി മാറി നടക്കാൻ തുടങ്ങി, സംസാരിക്കാനോ നിൽക്കാതെ തുടങ്ങി. അപ്പോഴാണ് അയാൾക്ക് ദേഷ്യം വന്നതുപോലെ ചെയ്യാൻ തുടങ്ങിയത്. അത് മാത്രമല്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യുക, നമ്മുടെ ഫോണിൻ്റെ ഫുൾ കോണ്ടാക്ട്സ് നമ്മൾ പോലും അറിയാതെ, അതായത് നമ്മളെ ഏതൊക്കെ രീതിയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ ഇയാളിൽ നിന്നും മാറി ഇയാളോട് സംസാരിക്കാതെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളെ ട്രാക്ക് ചെയ്യാനോ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ. ഇത് ഈ പറയുന്ന ഒരാളെ മാത്രമല്ല, ഇതിൽ 10 ആളെ എന്ന് പറയുന്നത് ഇവരെ കോളേജിലെ മാത്രമാണ്. ഇതിലും അയാൾ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ പെൺകുട്ടിയുടെയാണ് ഏറ്റവും അധികം, നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെയാണ് ഏറ്റവും അധികം ഫോട്ടോസ് ഇട്ടിട്ട് ഉപദ്രവിക്കണം. അതിന്റെ കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലായി. അങ്ങനെ എത്രയോ പേരെ അറിയാതെ പോലും അയാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എത്രയോ പേര് ഇതിന് മുന്നിൽ അയാൾക്കെതിരായി അയാളുടെ ഇഷ്ടത്തിന് പറയാതെ സംസാരിക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്യാത്തതിന് പകരമായിട്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ ഫലം അനുഭവിച്ച് വിഷമിച്ച് പല നല്ല ഇതുകളും നമുക്ക് നല്ല സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നല്ല ബന്ധുക്കളെയോ ഒക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട് അതിന്റെ പേരിലൊക്കെ. അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ഇനിയും പലരുടെ വീട്ടിലും ഇനിയും സംഭവിക്കാൻ പോകാനിരിക്കുന്ന കാര്യമാണ്. ആരും ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഞാൻ മറ്റേതിൽ കണ്ട അയ്യോ നീ മോശമായിട്ട് നമ്മളയ്യോ ഞാനല്ല, അതങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനുണ്ടാവില്ല. പക്ഷെ നാളെ അത് അവർക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക, ഓ അപ്പൊ അന്ന് ഇവർക്ക് അങ്ങനെയാവും ചെയ്തിട്ടുണ്ടാവുക. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്കൊക്കെ അങ്ങനെ വന്നാൽ നമ്മൾ വന്നിട്ട് പറയും അത്. ഇപ്പൊ ഒരുപാട് മീനാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനങ്ങി ആ പടത്തിലെ മീനാക്ഷിയില്ലേ, അപ്പോൾ ആ പെൺകുട്ടിയുടെ പോലും ഇതുപോലെ ഫേക്ക് കാര്യങ്ങളും വന്നു. അങ്ങനെ ഒരുപാട് നടികളിലേക്ക് വന്നിട്ട് അവർ വന്ന് ഞങ്ങളല്ല അത് ഫേക്കാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് ഇട്ട് പോയി പറയും. പക്ഷെ അത് എത്ര പേര് കാണും? അതിനേക്കാളും കൂടുതലാണ് മറ്റത് കാണാൻ ആൾക്കാർ, ഡേറ്റിംഗ് ചാറ്റും സംഭവങ്ങളും ഒക്കെ. അപ്പൊ ആരും അത് അറിയില്ല. അപ്പൊ നമുക്കാണെങ്കിലും അത് ഞാനല്ല അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല, അത് അവർ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയത്, അങ്ങനത്തെ ഒരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. പിന്നെ നമ്മളത് ബോധർ ചെയ്യാതെ പോകണം, അത്രേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഒരു പാടാണ്. ഇന്ന് അവിടെയാണെങ്കിൽ നാളെ അടുത്ത ആൾക്കാണ് അത് വരാൻ പോകുന്നത്. സ്വന്തമായ അനുഭവം വരുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. അവരുടെ പഠിപ്പിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം രീതിയിലൊരു ഇതുണ്ട്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോളേജിലെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ളവരാണ് എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിലാണ് ഈ പ്രവർത്തനം വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു തെറ്റല്ല, വലിയൊരു അപരാധമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ രീതിയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം പരിചയമുണ്ട്. പണ്ട് കാലങ്ങളിലെ പോലെയുള്ള രീതി അല്ലല്ലോ. സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാ നാട്ടിലുള്ളവർക്കും എല്ലാ കോളേജുകളിലും എല്ലാ സർക്കിളിനെ കുറിച്ചും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ലോ കോളേജിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ലോ കോളേജിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെയാണ് എന്നൊരു തോന്നലാണ് പുറത്തു വരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ സമരവുമായി മുന്നോട്ടിറങ്ങുന്നത്. KSUവിൻ്റെ പക്ഷവും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായി ഈ കോളേജിൽ നടക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് നേരെയുള്ള ആക്രമണമായാലും വ്യക്തിഹത്യയായാലും സ്ഥിരമായി ലോ കോളേജിൽ നടക്കുന്നുണ്ട്. മുന്നേ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതാണ് സഫ്ന യാക്കൂബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ 20ഓളം വരുന്ന SFIയുടെ ചെറുപ്പക്കാർ ചേർന്ന് കാലിൽ വലിച്ചിഴച്ചത് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു SFIൻ്റെ നേതാവിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കി SFIയുടെ ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമാണ് കോളേജിലെ 10ഓളം വരുന്ന പെൺകുട്ടികളുടെ പേരിൽ ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങുകയും ഡേറ്റിംഗ് ആപ്പുകളിലും സെക്സ് ചാറ്റ് ആപ്പുകളിലും വഴി സെക്സ്റ്റിംഗ് ഒക്കെ നടക്കുകയും ചെയ്തത്. അപ്പോൾ അതൊരു വളരെ വലിയൊരു പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണെന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നേരിടുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ പറയുന്ന SFI, ഈ നാട്ടിൽ വലിയ വലിയ വിപ്ലവങ്ങളൊക്കെ പറയുന്ന SFIയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റിലെ അംഗങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതാണ്. ഇവരിതിനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് തന്നെ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഇവർ അറിഞ്ഞിട്ട് പോലും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവരൊരു പരിഹാരവും കണ്ടെത്തിയില്ല. ഏറ്റവും ഒടുവിൽ സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകയുടെ അക്കൗണ്ട് ഇതേപോലെ കണ്ടപ്പോഴാണ് SFIക്കാരെ ചൊടിപ്പിച്ചത്. ഒടുവിൽ അവരിപ്പോൾ പുറത്താക്കി ഒരു ഗിമ്മിക്ക് കാണിക്കുന്നുണ്ട്. SFI പുറത്താക്കി എന്ന് പറയുന്നുണ്ട്, SFI ഇടപെട്ടിട്ട് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊരു ഗിമ്മിക്ക് ആണെന്ന് ആർക്കാണ് അറിയാത്തത്? അങ്ങനെയാണെങ്കിൽ മുന്നേയുള്ള കാലഘട്ടങ്ങളിലും ലോ കോളേജിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമല്ല. ഞങ്ങളുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. ഈ കോളേജിലുള്ള വിദ്യാർത്ഥിനികൾക്ക് നേരെ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങുന്നതോടുകൂടി ആ കുട്ടികളുടെ ജീവിതത്തിന് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുകയാണ്. അതിനെ ഞങ്ങൾക്കത് കൈയും കെട്ടി കണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങളുമായി നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ ആരോൺ ഏത് ഇയറാണ്? ആരോൺ ഇവിടുത്തെ 3 ഇയർ കോഴ്സിലെ യൂണിറ്ററി LLBയിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗമാണ്. ആ SFIയുടെ മുൻനിര പ്രവർത്തകനാണ്. നമ്മുടെ SFIയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ ആരോണ് കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ തന്നെ ഉള്ളതായിട്ട് കാണാൻ കഴിയും. സ്ത്രീകളോടുള്ള പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയാണ്? സ്ത്രീകളോടുള്ള പെരുമാറ്റം ഇതിൽ പല പെൺകുട്ടികളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രാത്രി ആയാലുമൊക്കെ ആരോൺ മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരാരും ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. അവരുടെ ഇപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ പേരൊന്നും കോളേജിൽ അധികം ആർക്കും അറിയില്ല. ആരോൺ അതുപോലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇതുപോലും ചാറ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മനസ്സിലാക്കണം, ആ പെൺകുട്ടിയുടെ കുടുംബത്തിനെ പോലും ഇതിൽ ഇരയാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി ആരോൺ ഇത് ഉപയോഗിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും സംസാരിക്കുന്നുണ്ട്. പെൺകുട്ടികളോട് രാത്രികാലങ്ങളിലായാലും ആരോൺ മെസ്സേജ് അയക്കുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട്. ഈ മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് ആരോൺ നിരന്തരമായി ആ പെൺകുട്ടിയെ മെസ്സേജ് അയച്ച് മറ്റു താല്പര്യം കൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഒടുവിൽ അത് നിരസിച്ചതിൻ്റെ വൈരാഗ്യമുണ്ടോ എന്ന് പോലും ഉണ്ട് എന്നാണ് പറയാറുള്ളത്. ഇതിൽ ഞങ്ങൾക്കൊക്കെ ഒരു സംശയമുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ഒരു 1-2 പേരുടെ ആണെങ്കിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നമാണെന്ന് പറയാം. പക്ഷേ ഇത് 10 പെൺകുട്ടികളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ സംശയമാണ്, ഞങ്ങളത് ആരോപണമായിട്ട് മാത്രം ഉന്നയിക്കുന്നതാണ്. അത് ശരിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു തരത്തിലുള്ളൊരു മണി സ്കാമിൻ്റെ ഭാഗമാണോ എന്ന് അറിയില്ല. കാരണം മുന്നേയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കോളേജിലെ പെൺകുട്ടികളുടെ പേരിൽ വെച്ച് ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരോട് പല രീതിയിൽ കാശ് ആവശ്യപ്പെടുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. പൊതുവായി ഇപ്പോൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അതൊരു ആരോപണമായി മാത്രമാണ് ഉയർത്തുന്നത്. അതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ കോളേജിലെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ളവരല്ല. അതുകൂടി നിങ്ങളുടെ ചാനലിനെ മുൻനിർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കോളേജിലെ കുട്ടികളൊന്നും അങ്ങനെയുള്ളവരല്ല. അവർ വളരെ നന്നായി പഠിക്കാനും അവർ നന്നായി അക്കാഡമിക്കിലായാലും അവരുടെ കരിയറിലായാലും അവരുടെ ബാഹ്യ കഴിവുകളായാലും നന്നായി ഉപയോഗിച്ചുകൊണ്ട് നന്നായി പോകുന്ന കുട്ടികളാണ്. പൊളിറ്റിക്കലി നന്നായി പോളിഷ് ചെയ്ത കുട്ടികളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ സമൂഹത്തിൽ ഇങ്ങനെ കരിവാരി തേക്കുന്ന ഒരു ചിന്താഗതി SFI അവരുടെ പ്രവർത്തകരെ പറഞ്ഞു മാറ്റിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതിപ്പോൾ പുതിയ വിശേഷമല്ലല്ലോ. എവിടെ പോയാലും ആ പറയുന്ന സ്ഥലങ്ങളിൽ പഠിക്കുമ്പോൾ വെറ്റിനറി കോളേജില് സിദ്ധാർത്ഥിനെ തല്ലി കൊന്ന് കെട്ടിത്തൂക്കി അവൻ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. ആ കോളേജിലെ മികച്ച ഒരാളായിരുന്നു. SFIക്കാരൻ തന്നെയാണ് അവനതൊക്കെ ചെയ്തത്. ഇപ്പം ഈ ലോ കോളേജിലും വളരെ നല്ല വിദ്യാർത്ഥികളും കുട്ടികളൊക്കെയാണ്.
SFIക്കാരനെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. SFIക്കാർക്കേ അതിന് പറ്റൂ. കാരണം അവരുടെ കമ്മിറ്റി ഓഫീസിൽ അവരെ പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങൾ തന്നെ അഴിമതി, ആക്രമണം, ഗുണ്ടായിസം, ഈ മൂന്നും എന്ത് വേണമെങ്കിൽ ചെയ്തോ ഞങ്ങളുണ്ട് കൂടെ. ആരെ വേണമെങ്കിൽ കൊന്നോ, ആരെ വേണമെങ്കിൽ മർദ്ദിച്ചോ, ആരെ വേണമെങ്കിൽ റേപ്പ് ചെയ്തോ, കിഡ്നാപ്പ് ചെയ്തോ, ബ്ലാക്ക് മെയിൽ ചെയ്തോ നമ്മളെ ഇറക്കിക്കൊണ്ടുവരും. അതാണ് തലപ്പത്തിരിക്കുന്ന ഒരു അതിലും വലിയ കള്ളന്മാരാണല്ലോ. SFIക്കാരുണ്ടോ അവിടെ? അവരുടെ ഭരണമാണോ? യൂണിറ്റ് മെമ്പർ അവരാണോ? അവരെങ്ങനെയല്ലേ ചെയ്യുന്നത്? അവരുടെ കമ്മിറ്റി, അവരുടെ ഒരു മെമ്പർ ഉള്ള ഒരു പെൺകുട്ടി, അവരുടെ പാർട്ടിയിലുള്ള ഒരു പെൺകുട്ടിക്ക് തന്നെ ഇത് വന്നപ്പോഴാണ് അവർക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള ആ പെണ്ണിൻ്റെ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഒരു എന്തൊക്കെയോ ചെയ്ത പോലെ സസ്പെൻഡ് ചെയ്യും, പിടിച്ചു പുറത്താക്കി എന്നൊക്കെ ഒരു കാട്ടിക്കൂട്ടലുകൾ. ഈ SFIക്കാരുടെ ഗുണ്ടായിസം തീരില്ല, ഒരിക്കലും തീരില്ല. സിദ്ധാർത്ഥനെ വന്നവരൊക്കെ സിമ്പിളായിട്ട് ഉരി പോകുന്നില്ലേ? ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ ചെയ്യാണ്ടിരുന്നതാ. അങ്ങനെ വരുമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛന് ഒരു നീതി കിട്ടിയില്ല ആ സിദ്ധാർത്ഥന്, അതിക്രൂരമായിട്ട് അതിനെ കൊണ്ടു. അവരെല്ലാവരും സിമ്പിളായിട്ട് പോകും അല്ലേ? ഇനി ഇത് ഇവർ പറയുന്ന പോലെ തന്നെ ഇതൊരു ബ്ലാക്ക് മെയിലിന് വേണ്ടിയുള്ളൊരു കാര്യമാണ്. നമ്മളെ ഇതൊക്കെ കാട്ടി നമ്മളെ പല രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറല്ല എന്ന് ചങ്കൂറ്റമായി നമ്മൾ പറഞ്ഞാൽ എന്ത് വന്നാലും അത് നേരിടാൻ നമ്മൾ റെഡിയാണെന്ന് ഓക്കയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ചെയ്യാൻ പറഞ്ഞതിൻ്റെ മാക്സിമം അവർ നമ്മളെ കരിവാരി തേക്കുക, നാണക്കേടാക്കുക. ചിലപ്പോൾ അതിൻ്റെ പേരിൽ അത് മനസ്സിലാക്കാത്ത കുറേ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ കുറേ ആളുകൾ, നല്ല സുഹൃത്തുക്കളോ നല്ല ബന്ധുക്കളോ അല്ലെങ്കിൽ നല്ല റിലേഷൻസൊക്കെ പോവും. അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നമ്മൾ അവരുടെ ബ്ലാക്ക് മെയിലിൽ വീണ് നമ്മൾ അവർ പറയുന്ന രീതിയിൽ അവരുടെ അടുത്ത് പോയിരുന്നെങ്കിൽ നമുക്കൊരിത് എന്താ പറയുക, ഒരു മനസാക്ഷി കുത്തും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയാലും. ഈ പറയുന്ന ആരോൺ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഇതേപോലെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള്, അവര് അല്ലെങ്കിൽ മുന്നേ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ അയാൾ ഈ ആരോൺ ഇത് ഏതൊക്കെ ആപ്പുകളിൽ വിട്ട കുറച്ച് ആപ്പുകൾ അവർ കണ്ടിട്ടുള്ളൂ. ഇനി എത്ര ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇപ്പോഴും അക്കൗണ്ട് ഉണ്ടാക്കിയോന്ന് അറിയില്ല. ഒരുപാട് ഇപ്പോൾ അവർ പറഞ്ഞ കുറേ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ. നമുക്കത് അറിയില്ലല്ലോ. എത്ര പേര് കണ്ടിട്ടുണ്ടാവും, എത്ര ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. നമുക്കിതിൻ്റെ പുറകെ ചകഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളറിയാതെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളെ വേറൊരു രീതിയിൽ കണ്ടുകൊണ്ട് കാണുന്ന എത്ര പേരുണ്ടാവും. നമ്മളാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മളെ കരിവാരി തേക്കുക, നമ്മളെ ആളുകളുടെ ഇടയിൽ മോശക്കാരാക്കുക, അങ്ങനെ നമ്മളങ്ങനെ ഞെളിക്കുന്ന നല്ലവളായി നടക്കണ്ട എന്ന് ഉള്ള അവരുടെ ആ ഒരു കാര്യം നടപ്പിലാക്കുക. അതിലൊരു സന്തോഷം കണ്ടെത്തുക. അതുതന്നെയാണ് സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും സ്വന്തം പാർട്ടിയിലുള്ളവരെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുവരെ മിണ്ടിയിരുന്ന ഒരാൾ മിണ്ടാണ്ടായപ്പോൾ അപ്രോച്ച് ഒരിടപഴകലും മാറിയപ്പോൾ അതിൻ്റെ ദേഷ്യവും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പേഴ്സണലി നമുക്കും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പേഴ്സണലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുകയും അറിയും ഒക്കെ അറിയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേരുടെ പിക്ചറുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിന്നോ ഈ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഇടുന്ന പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ എടുത്ത് മോശപ്പെട്ട ഡേറ്റിംഗ് ആപ്സുകളിൽ ഇട്ടിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി നിങ്ങളുടെ ഒരു മുഖം വെച്ച് ഓരോരുത്തർക്കും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചാൽ അപ്പുറത്തിരിക്കുന്ന തലയിലകത്തുള്ള ഒരാൾ വിചാരിക്കണം ഇതിൽ DP-യിൽ കാണുന്ന ഒരാളല്ല, ഫോട്ടോയിൽ കാണുന്ന ആളല്ല അത് ചാറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ഞാൻ ഇവിടെ ഞങ്ങൾക്ക് ചാനലുണ്ട്, അതിൽ വരുന്ന ഒരു കമൻറ്റ് പോലും ഫേക്ക് അക്കൗണ്ട് കണ്ടാൽ നമുക്കറിയാം. അത് അവർ ഇനിയിപ്പോൾ ഒരു അമ്മയുടെ കൂടെയുള്ള ഫോട്ടോ ഇട്ടിട്ട് പോലും നമ്മളത് റിയൽ ആണെന്ന് നമ്മൾ വിചാരിക്കില്ല. അവരുടെ ആ ഒരു മെസ്സേജും അല്ലെങ്കിൽ കമൻറ്റും ഈ പറയുന്ന DP-യും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് റിയൽ ആണോ അല്ലയോ എന്ന്. ഒരൊറ്റ ആളെ ഞങ്ങൾ മനസ്സിലാക്കില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കണം നിങ്ങളെല്ലാവരും. ഒരു പെണ്ണിൻ്റെ ഫോട്ടോ വെച്ച് ഒരാണിന് ചാറ്റ് ചെയ്യാം, ഒരാണിൻ്റെ ഫോട്ടോ വെച്ച് ആണാണെന്ന് വ്യാജേന പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്നത് പെണ്ണുങ്ങളെ തന്നെയാണ്. അത് പിന്നീട് ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലാക്ക് മെയിലിംഗ് വരുമ്പോൾ അത് ആണുങ്ങളെയും ബാധിക്കും. എന്താ പറയുക, ഒരു തെറ്റും ചെയ്യാതെ മാനസികമായി ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അത് ആ ഒരു ഇതിലൂടെ കടന്നു പോയി കൊടുക്കാതെ അറിയുള്ളൂ.
ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ. അവർ ഇതുപോലെ നമ്മളുടെ ഫോട്ടോ വെച്ച് കരുവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം എന്തായാലും ഈ ലോ കോളേജിലെ പെൺകുട്ടികളെല്ലാം ഇതുപോലെയാണ് എന്ന രീതി പുറത്ത് മറ്റു കോളേജുകളിലെ ആളുകളിലേക്ക് കിട്ടി. അവർ ഈ ലോ കോളേജിലെ ഓരോ പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ട് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ട്രിവാൻഡ്രം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡൻസ് വരും, അതിലേക്ക് നേരെ ഓരോ വൾഗറൈസ് സെക്ഷലി ബ്രൂട്ടലായിട്ടുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ ചിലപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കണേ ഉണ്ടാവില്ല, അവരറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പം മൊത്തം ആ കോളേജിനെ റെപ്യൂട്ടേഷനെയും കൂടി ബാധിക്കുന്ന തരത്തിലായി അല്ലേ. ഓരോ പെൺകുട്ടികളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഫാമിലി ലൈഫിലും ഫ്രണ്ട്ഷിപ്പിലും റിലേഷൻസിലും ഒക്കെ അതിനെ ബാധിച്ച് വിള്ളലുണ്ടാകും അല്ലേ. അപ്പം എന്തായാലും ഈ ഇത്തരത്തിലുള്ള നാറിയ കളി ക്യാമ്പസുകളിൽ കളിക്കാൻ കഴിവുള്ളത് SFIക്ക് മാത്രമാണ്. ആ SFIക്ക് എതിരെ നടപടി എടുക്കാൻ ഇവർ തന്നെ പറയുന്നു പോലീസിന് സഡൻലി ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്ത് പേടിച്ചിട്ടാണ്, മുകളിലുള്ളവരെ പേടിച്ചിട്ടാണ് അവർക്ക്. അത് തന്നെയാണ് ഇത് പിന്നെയും ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന പോലീസുകാരുടെയൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു രീതിയിൽ വരുമ്പോഴാണ് അവർക്ക് ചൊടിക്കുക. ഈ SFIക്കാരുടെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട സംഭവങ്ങൾ അവർ തന്നെയാണ് ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ, നിർത്തലാക്കുക. അതിനിപ്പോൾ SFI എന്നല്ല, ഇതിൽ SFIക്കാരായതുകൊണ്ട് പറയുന്നു. ഏത് പാർട്ടിയുള്ള ആൾക്കാരാണെങ്കിലും നാറിയ കളികൾ കളിക്കാതിരിക്കുക. പഠിക്കാനാണ് പോണെങ്കിൽ പഠിക്കാൻ പോവുക, പഠിച്ചിറങ്ങുക. പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് നടക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെങ്കിൽ അങ്ങോട്ട് ടൂർ പോവുക, അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, തോന്നിയ പോലെ നടക്കുക. പഠിക്കാൻ വരുന്ന കുട്ടികളെയും കൂടി നശിപ്പിക്കരുത്. നല്ല രീതിയിൽ നടക്കുന്നവരോ കൂടെ ജീവിതം ഇല്ലാതാക്കരുത്. മനസ്സിലായി? അത്രേ പറയാനുള്ളൂ. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.